ഓരോരുത്തരുടെയും ഉള്ളിലെ തീ പലതാണ്. അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. ഓരോ പ്രഭാതം മുതൽ ഇതുപോലെ സന്ധ്യയിലും ആ തീ അണയാതെ എരിഞ്ഞു നീറുന്നുണ്ടാവാൻ ചിലരുടെയെങ്കിലും മനസ്സിൽ. നമ്മുടെ ഒരു ചിരിക്കോ ചേർത്ത് പിടിക്കലിനോ തലോടലിനോ ആ തീ അണയ്ക്കാൻ കഴിഞ്ഞേക്കും. അല്ലെങ്കിൽ ഇതുപോലെ സുന്ദരമായ പൂക്കൾക്ക്, പക്ഷികൾക്ക്, പ്രകൃതിക്കും അത് സാധിക്കാറുണ്ടല്ലേ. ബ്രൈഡൽ പൊക്കെ എന്ന അതിസുന്ദരിയായിട്ടുള്ള വള്ളിച്ചെടി ആദ്യമായി പൂവിട്ട് നിൽക്കുകയാണ്. 2 ആഴ്ച വരെ പൂവ് ഇതുപോലെ പൊഴിയാതെ നിൽക്കും കേട്ടോ. നല്ല സുഗന്ധമുള്ള ചെടികളുണ്ട്, ഔഷധമുള്ള ചെടികളുമുണ്ട്, നല്ല വിഷമുള്ള ചെടികളുമുണ്ട് അല്ലേ. മനുഷ്യരിൽ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ. സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട്, വേദനിപ്പിക്കുന്ന മനുഷ്യരുണ്ട്, ഒരു വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന മനുഷ്യരുമുണ്ടല്ലേ. പണവും കെയറും വാരിക്കോരി കൊടുത്താലും കൂടുതൽ പണത്തിനും കൂടുതൽ ബന്ധങ്ങൾക്കും വേണ്ടി നമ്മളെ ഉപേക്ഷിച്ച് വേദനിപ്പിച്ച് പടിയിറങ്ങി പോകുന്നവരും ഉണ്ടല്ലേ. അങ്ങനെയൊക്കെ സംഭവിച്ചാലും മറ്റൊരാൾക്ക് വേണ്ടി മാറാൻ ശ്രമിക്കുന്നതിൽ നല്ലത് അവരെ പോകാൻ അനുവദിച്ച് നമ്മളായി തുടരുന്നതാണല്ലേ. ഒന്ന് പോ പെണ്ണുപിള്ള, ഞങ്ങളിവിടെ തന്നെ ഇരുന്നോളാം എന്നാണ് എൻ്റെ പ്രാവും കുഞ്ഞുങ്ങളെല്ലാം പറയുന്നത് കേട്ടോ. ആർക്കും ഇഷ്ടമില്ല കൂട്ടിനകത്ത് കയറിയിരിക്കാൻ, അവർക്ക് ഇവിടെ തന്നെ ഇരിക്കണം. അപ്പം ഞാൻ അവരെ അവിടെ തന്നെ ഇരിക്കാൻ അനുവദിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടമല്ലേ അങ്ങനെ കിടക്കട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ എപ്പോഴൊക്കെ മുറ്റത്തിറങ്ങിയാലും ഒരു ചാമ്പങ്ങയും കൂടി പറിച്ചത് നല്ലൊരു സമാധാനമുള്ളൂ. അത് എൻ്റെ അച്ഛൻ്റെ സ്ഥിരം സ്വഭാവമാണ് കേട്ടോ. കുറേ ചാമ്പങ്ങ കിടപ്പുണ്ട്, അപ്പോൾ അതൊക്കെ കുറച്ച് പറിച്ചു. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ സന്ധ്യ ആയപ്പോഴത്തേക്കും അതിൻ്റെ വെള്ളമൊന്നും വലിഞ്ഞു കഴിഞ്ഞിട്ടില്ല. അതിൻ്റെയൊക്കെ നിഴൽ കാണാനൊക്കെ നല്ല രസം. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അതൊക്കെ നോക്കി ഇനി ഞാൻ വീട്ടിനുള്ളിൽ കയറി പോവാണ്. ഇനി നമുക്ക് വീടിനുള്ളിൽ കുറേ ജോലികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ ഒരു ദിവസം ഇപ്പോൾ തീരും. നാളെ രാവിലെ മുതൽ നമ്മുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് നമുക്ക് പുതിയ ദിവസം പുതിയ കാര്യങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരാട്ടോ. ഇന്ന് ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. വെറുതെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ നല്ല ഭംഗിയുള്ള സീനറികളൊക്കെ കാണുമ്പോൾ ഞാൻ വെറുതെ ഷൂട്ട് ചെയ്ത് വെക്കുന്ന കേട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ നമ്മുടെ സെൽഫി മോഡിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് വിശേഷങ്ങളൊക്കെ പറയാമെന്ന് ഓർത്താണ്. അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. ഇന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ രാവിലെ എണീറ്റു, നമ്മുടെ ബ്രഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, വിശക്കാൻ തുടങ്ങി. ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിശപ്പാട്ടോ. അപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നു, തലേ ദിവസത്തെ കറി എന്തായാലും തലേദിവസം കറി ഉണ്ടാക്കി വെക്കും. ആ കറി എടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടാണ് ഞാൻ ബ്രഷ് ചെയ്യാൻ പോവുക. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ദോശയോ അപ്പോ അല്ലെങ്കിൽ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ തലേ ദിവസം ഞങ്ങൾ ഡിന്നർ കഴിക്കാനുണ്ടാക്കിയ ചപ്പാത്തിൻ്റെ ബാലൻസ് ഉണ്ടാവും. അതൊക്കെയാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ പെട്ടെന്ന് തന്നെ കഴിക്കുക. അല്ലെങ്കിൽ ഭയങ്കര വിശപ്പ്, ഭയങ്കരമായിട്ട് ടയേർഡായ പോലെ തോന്നും. അപ്പം അങ്ങനെ ഇന്ന് നമുക്ക് അപ്പമുണ്ട്. അപ്പം ഉണ്ടാക്കണം, ചിക്കൻ കറി ഉണ്ട്, അതൊക്കെ കഴിക്കണം. ആ കൂടെ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്റ്റി സ്റ്റൊമക്കിൽ ചെറുതേൻ കഴിക്കും കേട്ടോ. നമ്മുടെ അടുത്ത് ഇപ്പോൾ ചെറുതേനും വൻതേനും ഒറിജിനൽ സാധനം നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഗ്രൂപ്പിലിട്ടപ്പോൾ തന്നെ കുറേ പേര് ഓർഡർ തന്നു, ബാക്കി കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതേനാണ് ഞാൻ കഴിക്കുന്നത്. തടി കുറയാൻ ആഗ്രഹിക്കുന്നവർ ചെറുതേനാണ് നമുക്ക് കഴിക്കേണ്ടത്. പിന്നെ ഒരുപാട് ഗുണമുണ്ട് കേട്ടോ. സ്കിന്നൊക്കെ പളവിളാതെ ഇളങ്ങും, നമ്മുടെ ഹെൽത്തൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും, സൗന്ദര്യം കൂടും, ഹെൽത്തും കൂടും, ആ കൂടെ തടിയും കുറയും. അത് മൂന്നാണല്ലോ നമുക്ക് എല്ലാവർക്കും വേണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് ചെറുതേൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കണം. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ചായയൊക്കെ വെച്ചാൽ ഭക്ഷണം കഴിക്കണം. ഇതെനിക്ക് കുറേ പണിയുണ്ട് കേട്ടോ. പണികൾ തന്നെയായിരുന്നു കുറേ നാളുകളായിട്ട്. ഒന്നിനും സമയമില്ലാത്ത പോലെ കുറേ തിരക്കുകൾ. ഇപ്പം നമുക്ക് ഹണീൻ്റെ കുറേ ഓർഡർ കിട്ടിയേക്കുന്നതെല്ലാം ബാക്കി ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശേഷങ്ങളൊക്കെ പറയാം. പിന്നെ നിങ്ങളിലേക്ക് കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്, കുറേ നാളത്തെ വിശേഷം. ഇതാ നമ്മുടെ ചെറുതേനും ഉണ്ട്, വൻതേനും ഉണ്ട് കേട്ടോ. വൻതേൻ ചെറുതായിട്ട് കട്ട പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കട്ട പിടിക്കുന്ന ഒറിജിനൽ ഹണി തന്നെയാണ് കേട്ടോ. അത് നമ്മൾ വെയിലത്തോട്ട് കുറച്ച് ചെറിയ വെയിൽ ഉള്ള സ്ഥലത്തേക്ക് വെക്കുക, അല്ലെങ്കിൽ പിന്നെ ചെറു ചൂടുവെള്ളം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അതിനകത്ത് കിട്ടും. അങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒറിജിനൽ ഹണിയുടെ ലക്ഷണം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ ചെറുതേനാണ് ഞാൻ കഴിക്കുന്നത്. ചെറുതേനാണ് തടി കുറയാൻ ആഗ്രഹിക്കുന്നവർ കഴിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചെറുതേൻ ഒരു 1/2 ടീസ്പൂൺ, ചിലപ്പോൾ 3/4 ടീസ്പൂൺ, അത്രയൊക്കെ ഭയങ്കര വിലയല്ലേ ഇതിന്. അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റത്തില്ല. 1/2 അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് നേരെ ഭക്ഷണം കഴിക്കണം. തടി കുറയ്ക്കാൻ ഉപയോഗിക്കേണ്ടത് ഇങ്ങനത്തെ ചെറുതേനാണ് കേട്ടോ. ഇത് കൊഴുപ്പ് കത്തിച്ച് കളയുന്ന എൻസൈമുകൾ ചെറുതേനെല്ലാം ഉള്ളത്. ചെറുതേൻ ഉണ്ടാക്കുന്ന തേനീച്ചകൾ പുഷ്പങ്ങളിൽ നിന്നുള്ള തേൻ മാത്രമേ ശേഖരിക്കുകയുള്ളൂ. പൂക്കളിൽ ധാരാളം മെഡിസിനൽ ഘടകങ്ങളുണ്ട്. തേനീച്ച തേനിനൊപ്പം ഇതും വലിച്ചെടുക്കും. ഇതേ രീതിയിൽ ഇത് ചെറുതേനിൽ അലിയും ചെയ്യും. ഈ ചെറുതേൻ ഗ്ലൂക്കോസ് ഉൽപ്പാദനത്തിന് ലിവറിനെ സഹായിക്കുന്നു. കൂടാതെ കൊഴുപ്പ് ദഹിപ്പിക്കുന്നതിനുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ തടിയും കുറയും. ചെറുതേൻ തടി കുറയ്ക്കാൻ പലതരത്തിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. വെറും വയറ്റിൽ രാവിലെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നാരങ്ങ വെള്ളത്തിൽ തേൻ ചേർത്ത് കഴിക്കാം. ഇഞ്ചിനീരും തേനും ബെസ്റ്റ് കോംബോയാണ്. കൊഴുപ്പുരുക്കി കളയാനായിട്ട് വയറിൻ്റെ ആരോഗ്യത്തിനും ബെസ്റ്റാണ്. പിന്നെ തേൻ പാലിൽ ചേർത്തും കഴിക്കാം. കറുവപ്പട്ട അല്ലെങ്കിൽ ജീരകം ഇട്ട് തിളപ്പിച്ച് തണുപ്പിച്ച് വെള്ളത്തിൽ തേൻ ചേർത്ത് കഴിക്കാം. വെറും വയറ്റിലും കുടിക്കാം. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് വെറും വയറ്റിൽ കുടിക്കുന്നത് തന്നെയാണ് കേട്ടോ. പക്ഷേ തേൻ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ വിഷമായി മാറുമെന്ന് പറയുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ തേൻ ചൂടാക്കരുത്. അതിൻ്റെ കൂടെ ദോശ ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള പരിപാടിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ നമ്മുടെ ഈ ഫ്രൈ പാനിൽ എന്ത് തേക്കും
ചിലർ ഉള്ളി ഇങ്ങനെ സ്പൂണെ കുത്തിയിട്ടൊക്കെ തേക്കും, എണ്ണ തേക്കും, പിന്നെ ചിലർ വാഴേൻ്റെ തണ്ട് അങ്ങനെയൊക്കെ. ഈ ഒരു സാധനം മേടിച്ചാൽ മതി കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടി, ചകിരിയാണ്, ഭയങ്കര സേഫാണ്. ഇങ്ങനെ ഒരു തണ്ടുമുണ്ട്. അപ്പോൾ ഞാനിത് കൊണ്ടുവന്ന ദിവസം നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് കഴുകി ഉണങ്ങി അതിനുശേഷം ഇങ്ങനെ ഒരു ഡപ്പയിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നല്ലെണ്ണയും കൂടിയാണ് കേട്ടോ. അത് രണ്ടും കൂടിയാണെങ്കിൽ നന്നായിട്ട് കല്ലിൽ നിന്ന് ദോശ വിട്ടുപോരും. അപ്പോൾ ഓക്കെ ആണെങ്കിലും അങ്ങനെ അതിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അങ്ങനെ ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ അടപ്പും കൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടച്ചും വെക്കും കേട്ടോ. അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ ബാലൻസ് ഉള്ള അപ്പത്തിൻ്റെ കൂട്ട്. അപ്പം എന്ന് പറയുമ്പോൾ ഇതിൽ ഞാൻ ചെറിയുള്ളി ഇടും, ജീരകം ഇടും, കുറച്ച് ഉഴുന്നിടും, പിന്നെ തേങ്ങ ഇടും, ചോറിടും, അങ്ങനെ അരച്ച് വെച്ചേക്കുന്ന കേട്ടോ. നല്ല രുചിയാണ്. എനിക്ക് അതിന് അപ്പം എന്ന് പറയാവോ ദോശ എന്ന് പറയാവോ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഞങ്ങൾ വയനാട്ടുകാർ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ്, ചെറിയുള്ളീൻ്റെ ഒക്കെ അടിപൊളി ടേസ്റ്റായിട്ട് അപ്പം. അങ്ങനെയാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കാം. ഒരെണ്ണം അച്ഛനും ഒരെണ്ണം എനിക്ക്, അത്രയും ഞാൻ കഴിക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് ഡയറ്റിങ്ങിലാണ്, നന്നായിട്ട് തടി കൂടി. അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നിറച്ച് തുളയൊക്കെ ആയിട്ട് വന്നു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ മോശമായിട്ടില്ല എന്നുള്ള തോന്നലല്ലേ. നല്ല രുചിയായിരിക്കും അല്ലേ, നന്നായിട്ട് പൊളിച്ച്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ്. ഈ കൂടെ ഞാൻ രാവിലെ എനിക്കിങ്ങനെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട്, അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ അതാണ് രാവിലെ കാണുന്നത്. നമുക്ക് കുറേ ജോലികളുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പാക്കിങ്ങിനുള്ള സാധനമാണ്, നമ്മുടെ ബബിൾ പേപ്പർ. ഇത് വരാനാണ് ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്ത്. ഞങ്ങൾക്ക് വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് 100 മീറ്റർ വന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാം ബബിൾ പേപ്പറും കൊണ്ട് പൊതിഞ്ഞ് ആക്കണം. ഇത് കണ്ടോ, അശുഭജാണ് എന്നെ എല്ലാത്തിനും സഹായിക്കുന്നത് കേട്ടോ. ഇത് നിങ്ങളുടെ പേര്, അഡ്രസ്സ് എല്ലാം ഇങ്ങനെ പ്രിൻ്റ് എടുത്ത് തരും. അതിനി കട്ട് ചെയ്ത് റെഡിയാക്കി തരും. അത് കഴിഞ്ഞിട്ട് അവൻ എനിക്ക് സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബബിൾ പേപ്പറിൽ അയക്കുന്നത്. ഇതുപോലെ ചെയ്യണം എന്ന് അവൻ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്ത് വെച്ചിട്ട് കിടന്നാണ്. രാവിലെ ഞാനാണ് ആദ്യം വെക്കുന്നത്. അപ്പോൾ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നേക്കുന്നത് ഇതുപോലെ ചെയ്യണം. പ്രിൻ്റൊക്കെ ഒട്ടിച്ച് പിന്നെ ഇത് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് ഇതുപോലെ ഫ്രജൈലിന് എഴുതിയിട്ടുണ്ട്. അത് പ്രിൻ്റ് എടുത്ത് തന്നിട്ടുണ്ട്. നമ്മുടെ കവറിലാക്കിയിട്ട് ഇനി നെയിമും കൂടി ഇതിൻ്റെ മുകളിൽ നമ്മുടെ നെയിമും കൂടി നിങ്ങളുടെ അഡ്രസ്സും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ റെഡിയാകും. ഇത് നമ്മൾ ആദ്യം ഇങ്ങനെ ഇതിൻ്റെ അടപ്പ് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി സീൽ ചെയ്താണെങ്കിൽ നമ്മൾ അവിടെയും കൂടി ഇങ്ങനെ ബബിൾ പേപ്പർ ചുറ്റും. അതിനുശേഷം നമ്മുടെ പ്രിൻ്റ് ഒട്ടിക്കും. അതിനുശേഷമാണ് നമ്മുടെ ഈ എല്ലാ പ്രോസസ്സും. ഇതെല്ലാം നമുക്കിനി ഇഷ്ടം പോലെ ഓർഡർ ചെയ്യുന്നുണ്ട്, അതെല്ലാം ചെയ്യാനുണ്ട്. അതിനു മുമ്പ് ഞാൻ എൻ്റെ അപ്പത്തിനെയും ചിക്കൻ കറിയും കഴിക്കട്ടെ. കണ്ണട വെക്കണം. കാഴ്ചയ്ക്ക് ചെറിയൊരു പ്രായത്തിൻ്റെ ആയിരിക്കും, കാഴ്ചയ്ക്ക് കുറച്ച് ഇതുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണടയൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ റീൽസൊക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബദാം എല്ലാം വെള്ളത്തിൽ കുതിർത്തിട്ടേ കഴിക്കാവുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഈ ബദാം നമ്മളിങ്ങനെ കുതിർക്കാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചില പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫുഡിലൊക്കെ ഫൈറ്റിക് ആസിഡ് എന്നും പറഞ്ഞൊരു ഘടകം ഉണ്ടാകും. ആ ഒരു ഘടകം നമ്മുടെ ശരീരത്തെത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള മിനറൽസുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഫൈറ്റലേറ്റ് എന്ന് പറഞ്ഞൊരു ഘടകം ഉണ്ടാക്കും. അങ്ങനെ ഒരു ഘടകം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുറേ വിറ്റാമിൻസ്, അതായത് കുറേ മിനറൽസിൻ്റെയൊക്കെ അബ്സോർഷനെ തടയും. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്ന ഫുഡിലൂടെ എത്തിച്ചേരുന്ന അയൺ, കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് അങ്ങനെയുള്ള കുറേ ഘടകങ്ങളുടെ അബ്സോർഷനെ തടയും, വലിച്ചെടുക്കലിനെ തടയും. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഫൈറ്റിക് ആസിഡുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കുതിർത്തിട്ട് കഴിക്കണം. അപ്പോൾ അത് കുതിർക്കുക എന്ന് പറയുമ്പോൾ വെള്ളം വലിച്ചെടുക്കുമ്പം സീഡിന് മനസ്സിലാകുന്നത് ഞാൻ മുളയ്ക്കാനുള്ള സമയമായി എന്നാണ്. അങ്ങനെ മുളയ്ക്കാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ഫൈറ്റിക് ആസിഡ് റിമൂവ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് കുതിർത്ത് കഴിക്കണം എന്ന് പറയുന്നത്. ഒരു 2-3 മണിക്കൂറെങ്കിലും നമ്മൾ ചൂടുവെള്ളത്തിലെങ്കിലും ഇട്ട് കുതിർക്കുക. ഇല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ ഇട്ടേക്കുക, എന്നിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴിക്കുക. ഒരു 10 എണ്ണത്തിക്കുള്ളൊന്നും ഒരു കാരണവശാൽ ആണായാലും പെണ്ണായാലും ബദാം കഴിക്കുന്നത് നല്ലതല്ല കേട്ടോ. ഒരുപാട് ഇത് കഴിക്കാൻ പാടില്ല. ഒരു 3-4 എണ്ണം അത്രയൊക്കെ മതി നമ്മൾ ലേഡീസിനൊക്കെ ഒരു ദിവസം. നല്ല ടേസ്റ്റ് നമ്മുടെ അപ്പത്തിനും ചിക്കൻ കറിക്കും ഒക്കെ. ചിക്കൻ കറിയൊക്കെ ഒരു ദിവസം വെച്ചിട്ട് ഇരിക്കുമ്പോഴല്ലേ ടേസ്റ്റ് കൂടുന്നത്. മിക്ക കറി അങ്ങനെ തന്നെയാണല്ലേ, വളിച്ചു പോരുത്. അതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേജിൽ നല്ല ടേസ്റ്റാണ്. 2 ദിവസത്തിൽ കൂടുതൽ ഫുഡ് ഫ്രിഡ്ജിലാണെങ്കിൽ വെക്കുന്ന അത്ര സേഫ് അല്ല കേട്ടോ. ചില പ്രാവശ്യമൊക്കെ മോരുകറിയൊക്കെ എനിക്ക് 3 ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. ആ കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ തന്നെ വെക്കും. എന്നിട്ട് എടുത്ത് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അങ്ങനെ കഴിക്കും. മോരുകറിയൊക്കെ വെക്കുമ്പോൾ മോരും വാഴയ്ക്കും കാളൻ എന്ന് പറയും ഞങ്ങളുടെ വയനാട്ടിലൊക്കെ വെക്കുമ്പോൾ. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കല്യാണത്തിനൊക്കെ കാളൻ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് അല്ലേ. അങ്ങനെ ഹാളിൽ കുത്തിച്ചാരി വെച്ചേക്കുന്ന ചൂലാട്ടോ. ചൂല് പൊടി തട്ടുന്ന സാധനമാണ്. ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി തലേ ദിവസം ഇന്നെന്തൊക്കെ ജോലി ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു റിമൈൻഡറായിട്ട് അതിൻ്റെ സാധന സാമഗ്രികളൊക്കെ എന്നെ കാണുന്നിടത്ത് എന്നെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് മൊത്തം അടിച്ചു വാരി പൊടിയെല്ലാം തട്ടി മൊത്തം അടിച്ചു വാരി ക്ലീനാക്കാനുള്ളതാണെന്ന് എന്നെ തന്നെ ഞാൻ ഓർമ്മിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ അടിച്ചു വാരലും ക്ലീനിങ്ങും ആണ്. കുറേ ദിവസമായിട്ട് ക്ലീനിങ് ഒന്നും ശരിയായിട്ടില്ല. കുറേ ജോലി തിരക്കുകളായതുകൊണ്ട് മിറ്റവും പരിസരമൊക്കെ ഞാൻ ഒരുവിധം ക്ലിയറാക്കി. അതായത് 2 ദിവസത്തെ പണി. ഇന്നെനിക്ക് 2 ദിവസമായിട്ട് തന്നെ പണിക്കാരെ പറ്റിക്കുന്ന കേട്ടോ. ജോലിക്ക് വരാമെന്ന്
ഒരു ഹസ്ബൻഡും വൈഫും പറഞ്ഞിട്ട് അവർക്കും ജോലി തിരക്കാണ്, വേറെ തിരക്കാണ്. ഓരോ ദിവസം അവർ വിളിച്ചു പറയും, ചേച്ചി ഇന്ന് എനിക്ക് അത് തീർന്നില്ല, അപ്പോൾ ഇന്ന് വരാൻ പറ്റത്തില്ല കേട്ടോ എന്ന്. അങ്ങനെ ഞാൻ ഫുഡ് ഉണ്ടാക്കും, കൂടുതൽ ഫുഡ് വെക്കും. നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് കേട്ടോ ഞാൻ അവർക്കും വെക്കുന്നത്. അപ്പം അതിൽ വ്യത്യാസമൊന്നും വരുത്താറില്ല. അതുകൊണ്ട് അങ്ങനെ ചീത്തയായി പോകുന്ന പരിപാടിയൊന്നുമില്ല. നമ്മുടെ ഫുഡ് തന്നെ ആയതുകൊണ്ട് അത് കുറച്ച് എക്സ്ട്രാ ഉണ്ടാക്കും. അപ്പം ഞാൻ ഒരു ദിവസം കൂടെ ഇരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് മാത്രം. ജോലി കൂടി ഇല്ലാത്തതുകൊണ്ട് ഫുഡ് തീരാൻ താമസമാണ്. അപ്പോൾ നമുക്കിനി ക്ലീനിങ് എല്ലാം ഉണ്ട്. ആദ്യം നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പാക്കിങ് കുറച്ച് റീൽസൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇത് നമ്മുടെ ബിസിനസ് റൂമാണ് കേട്ടോ. നമ്മുടെ ഹണി, ചെറുതേൻ, വൻതേൻ, അതുപോലെ കസ്തൂരിമഞ്ഞളിൻ്റെ പൊടി, ഔഷധ കാപ്പിയൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത് ഈ റൂമിലാണ് കേട്ടോ. കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു എന്തുകൊണ്ടാണ് ചെറുതേനിൽ കൂടുതലും മെഡിസിനൽ വാല്യൂ ഉള്ളത്, ചെറുതേൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്. മധുരത്തിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ ചെറുതേനേക്കാളും മധുരം കൂടുതലുള്ളത് വൻതേനിന് തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ വെയിറ്റൊക്കെ നോക്കുന്ന കേട്ടോ, കറക്റ്റായിട്ട് 0-യിൽ വന്ന് നിൽക്കണം, വെയിറ്റ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊന്നും പാടില്ല. അങ്ങനെ ഇതെല്ലാം പ്രിൻ്റാക്കി അശു കൊച്ച് ഒട്ടിക്കാനുള്ള പ്രിൻ്റൊക്കെ എടുത്ത് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ ചെറുതേനാണ്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അടപ്പ് പൊട്ടിപ്പോകാതിരിക്കാൻ സീൽ ചെയ്താണെങ്കിൽ നമ്മൾ ഒന്നോടെ അങ്ങനെ ബബിൾ പേപ്പർ വെച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ലേബല് ചെറുതേൻ, വൻതേൻ, വയനാടൻ മഞ്ഞൾ കണ്ടോ, ഓരോന്നിനും റോഹണി, അങ്ങനെ ഓരോന്നിനും ഉള്ള ലേബൽ അവൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് രാത്രി. ഇനി അതെല്ലാം നമുക്ക് ഒട്ടിക്കണം. പിന്നെ അതാ ഫ്രജൈൽ എന്നുള്ള ആ ഒരു സ്ലിപ്പും കൂടി ഒട്ടിക്കണം. ഇത് ഞാൻ ഓൾറെഡി എനിക്ക് ഇന്നലെ മിനിയാന്നൊക്കെ പ്രിൻ്റ് എടുത്ത് വന്നതെല്ലാം ചെക്ക് ചെയ്തിട്ട് റീചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെയൊക്കെ അഡ്രസ്സ് ഞാൻ എടുത്തിട്ട് വെച്ചേക്കുന്നതാണ്. ഇതവൻ കുറേ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനി അവൻ എണീറ്റ് വരുമ്പോൾ കട്ട് ചെയ്യും. ഞാൻ ഇതിനകത്ത് ഈ കട്ടിങ് മെഷീനിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് അത് തെറ്റിപ്പോകും പോലെ തോന്നും. അപ്പോൾ ഞാൻ കത്രിയും കൊണ്ടാണ് ഞാൻ തന്നെയാണ് കട്ട് ചെയ്യുക. അവനാണെങ്കിൽ ഇതിനകത്ത് എനിക്ക് കട്ട് ചെയ്ത് തരും. ഇനി എണീറ്റ് വരുമ്പോൾ അത് കട്ട് ചെയ്ത് തന്നോളും. ഇത് നമ്മുടെ പാക്കിംഗ് പേപ്പറാണ്. പല വലുപ്പത്തിലുള്ള പാക്കിംഗ് പേപ്പറുകൾ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിലെല്ലാം ഇനി പാക്ക് ചെയ്ത് ഫ്രജയിൽ ഒട്ടിച്ച് നമുക്ക് ഈ സ്ലിപ്പുകളെല്ലാം ഒട്ടിച്ച് പ്ലാസ്റ്റർ ഒട്ടിച്ച് ബബിൾ പേപ്പർ ഒട്ടിച്ച് അഡ്രസ്സ് ഫിക്സ് ചെയ്യണം. അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫോണിൽ കുറേ പരിപാടികളൊക്കെ കണ്ട് ഏതെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ കണ്ട് ഈ ജോലികളെല്ലാം ഓരോന്നോരോന്നാണ്. ഇത് നമുക്ക് ബാക്കി കുറച്ച് കറിമഞ്ഞളും കൂടി ഈ പ്രാവശ്യം ഞാൻ പൊടിപ്പിച്ചതിലുണ്ട്. കുറുക്കുമിനൊക്കെ അടങ്ങിയ ശുദ്ധമായ കറിമഞ്ഞളാണ്. ആവശ്യമുള്ളവർ അതും കൂടി ഓർഡർ തന്നോളൂ കേട്ടോ. കരിപ്പെട്ടി ചുക്ക് കാപ്പിയുണ്ട്. ഒരുപാട് ഔഷധങ്ങൾ നിറഞ്ഞിട്ടുള്ള, അതായത് നമ്മുടെ പനിക്കൂർക്ക, തുളസി, അയമോദകം, കരിഞ്ജീരകം, അങ്ങനെ ഒരുപാട് ഏലക്കായ, കുരുമുളക്, ചുക്ക്, അതെല്ലാം അടങ്ങിയിട്ടുള്ള കരിപ്പെട്ടിയാണ്. ഈ മഴക്കാലമൊക്കെ വരുമ്പം ഏറ്റവും ബെസ്റ്റാണ്. നമുക്ക് മക്കൾക്കും കൊടുക്കാം, നമുക്കും കഴിക്കാം. തൊണ്ടവേദനയോ പനിയോ അങ്ങനത്തെ ഇൻഫെക്ഷൻ ഒന്നും വരാതെ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ, നമ്മുടെ വയറിനും നല്ല സുഖം. ഇത്രയും എന്താ പറയുക, ആയുർവേദ ഔഷധങ്ങൾ ചേർന്ന കരിപ്പെട്ടിയാണുള്ളത്. അതും കുറച്ച് ബാക്കിയുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ തന്നു. രാവിലെ 5 മണിക്ക് ഞാൻ എണീറ്റാൽ രാത്രി 10 മണിക്ക് കിടന്നുറങ്ങി വീണുറങ്ങുന്നവരെ എനിക്ക് തീരാത്ത ജോലികളുണ്ട് കേട്ടോ. പക്ഷേ ഞാനതെല്ലാം എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മുടെ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള തീന, മറ്റേത് നമ്മുടെ പ്രാവിന് കൊടുക്കാനുള്ള മൾട്ടി മില്ലറ്റ്. ഇനി നമുക്ക് ഗോതമ്പ് എടുക്കണം, നെല്ലെടുക്കണം. ഇതെല്ലാം നമ്മുടെ കോഴികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എല്ലാം വലിയ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് പാത്രങ്ങളാക്കി നമ്മുടെ സെക്കൻഡ് അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. ഇത് അശുഭച്ച് പറഞ്ഞിട്ട് എൻ്റെ അപ്പച്ചൻ കൊണ്ടുതന്ന കശുവണ്ടി കേട്ടോ, പറങ്കേണ്ടി എന്നൊക്കെ പറയത്തില്ല, അതാണിത്. നമ്മുടെ നട്ട്സ് അത് നമുക്ക് എൻ്റെ വീട്ടിൽ തോട്ടമുണ്ട് കേട്ടോ, കശുവണ്ടി തോട്ടമുണ്ട്. അപ്പം അതിൽ നിന്ന് കൊണ്ടുതന്നാണ്. പച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തോരൻ വെക്കാൻ. അപ്പോൾ അത് കുറച്ച് പച്ചയും കൂടി അവർ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ആയിട്ട് അത് ഇനി ഒന്ന് വെയിലത്ത് വെച്ച് ഉണങ്ങണം. പക്ഷേ വെയിലില്ല, വല്ലപ്പോഴും ഒക്കെയാണ് മഴ തുടങ്ങിയിരിക്കുന്നു. അതാണ് ഞാൻ സെറ്ററൊക്കെ ഇട്ടേക്കണം. മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര തണുപ്പാണ്. എനിക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടുമാണ്. അപ്പം ഞാൻ സെറ്ററിലേക്കൊക്കെ മാറും. പിന്നെ കുറച്ചും കൂടി ഭയങ്കര മഴയും തണുപ്പായി കഴിയുമ്പോൾ എന്നെ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ ചിരി വരും. വീഡിയോയിൽ തൊപ്പി മുതൽ കയ്യറ മുതൽ കാലിൽ സോക്സ് മുതൽ പിന്നെ സ്വെറ്റർ, പാൻറ്റ്, ടോപ്പ്, അങ്ങനെ എല്ലാം ഇട്ടിട്ടാണ് ഞാൻ എനിക്ക് എന്നെ കണ്ടാൽ ചിരി വരും കേട്ടോ. അങ്ങനെയാവും. അപ്പം നമ്മൾ ഓരോന്നോരോന്നായിട്ട് ആദ്യം ഞാൻ കോഴികൾക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കോഴിക്കൂട് തുറക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ. കുറച്ച് നേരം വെളുത്തിട്ടേ ഞാൻ തുറക്കത്തുള്ളൂ. അപ്പോൾ കോഴികൾക്കൊക്കെ കൊടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പ്രാവുകൾക്കും പക്ഷികൾക്കും ഒക്കെ തീറ്റ കൊടുക്കണം. അപ്പം മിക്കപ്പോഴും അതിൽ നിന്ന് കുറച്ച് മുട്ടയൊക്കെ കിട്ടും കേട്ടോ. അതൊക്കെ എടുക്കും. പിന്നെ നമ്മുടെ പശുക്കുഞ്ഞുങ്ങൾക്കും പ്രാവുകൾക്കും പശുക്കുഞ്ഞുങ്ങൾക്ക് ഞാൻ കുറേ ഇല വർഗ്ഗങ്ങളും ഒക്കെ തീറ്റിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവർ വലിയ ബഹളം ഇല്ലാതെ ഇരുന്നോളും. കുറേ അത് പശുവിനൊക്കെ പുല്ല് കൊടുക്കുമ്പോൾ കുറേ പച്ചപ്പുല്ലും കൂടി ഞാൻ ഇട്ട് കൊടുക്കും. അവർ തിന്നുന്ന കുറച്ച് ഇലകളുണ്ട്. അത് പിന്നെ പ്രാവിൻ്റെ കൂടിൻ്റെ പുറത്തേക്ക് ഞാനിങ്ങനെ തീറ്റേൻ്റെ കൂട് വെച്ചു. അപ്പോൾ എനിക്ക് സൗകര്യമാണ്. കൂടുതൽ തുറക്കാതെ തന്നെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളവും ഒരു അടപ്പിൽ വെള്ളവും ഒരു സെക്ഷനിൽ ഇങ്ങനെ തീറ്റ ഇട്ട് കൊടുക്കും. അതുപോലെ ഞാൻ എല്ലാത്തിനും കൊടുക്കും. പക്ഷേ ഇവർക്കൊന്നും ഇപ്പോൾ കൂട്ടിലിരിക്കാൻ അത്ര ഇഷ്ടമില്ല കേട്ടോ. ഇവർക്കെല്ലാം പുറമേ ഇരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ രാവിലെ മുതൽ ഞാനങ്ങ് തുറന്നുവിടും. നമുക്ക് മുറ്റത്തൊന്നും ഇട്ടുണങ്ങാനില്ലാത്ത ദിവസങ്ങളിൽ രാവിലെ മുതലേ ഇവരെ മൊത്തത്തിൽ തുറന്നുവിടും. അവർ എൻജോയ് ചെയ്ത് നമ്മുടെ വീട് വിട്ട് അവർ പോകത്തേ ഇല്ല. വീടിൻ്റെ മുകളിലും ഈ ഒരു കോമ്പൗണ്ട്, അതിൻ്റെ അപ്പുറത്തോട്ട് പോലും അവർക്ക് പറന്ന് രസിക്കണമെന്നില്ല. എല്ലാവരും ഇങ്ങനെ കയറിയിരിക്കും. രാത്രിയൊക്കെ ഇവിടെ തന്നെ ഇരിക്കും.
എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ പാമ്പൊക്കെ വരുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. എന്നാലും ഇവർക്ക് ഇവിടെ ഇരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ ഇവിടെയും കുറച്ച് തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഇരിപ്പാണ്. ഇതിൽ ചില ഐറ്റത്തിനൊക്കെ നല്ല വിലയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന മുദീന എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. അതിനൊക്കെ ജോഡിക്ക് 3500 രൂപയൊക്കെ റേറ്റ് ഉള്ളതാണ് കേട്ടോ. അങ്ങനെ ഒരു നാടൻ പ്രാവിന് മാത്രമാണ് കുറച്ച് കുറവുള്ളൂ. ഏറ്റവും കൂടുതൽ റേറ്റ് ഉള്ളത് ഇതാണ് നമ്മുടെ മുദീന എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറേ കുഞ്ഞുങ്ങളുണ്ട് എൻ്റെ അടുത്ത് കേട്ടോ. വയനാട്ടിൽ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വിട്ടു കേട്ടോ, ഞാൻ തരാം. കുറേ ആയി എനിക്കിപ്പോൾ ഇവരെ മാനേജ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഇഷ്ടം പോലെ മുട്ടയിട്ടവർ ഇഷ്ടം പോലെ പെരുകി വരുന്നുണ്ട്. അപ്പം നമ്മുടെ 1-2 വാഴക്കൊലയൊക്കെ കുലച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജാതിയാണ്. അത് കുറേ ഞാൻ പറിച്ചു വെച്ചു. ബാക്കിയുള്ളത് കുറേയും കൂടി കിടപ്പുണ്ട്. 8 ജാതി മരമുണ്ട് നമുക്ക്. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് ജാതിക്ക പറിക്കാനുണ്ട്. പിന്നെ കുറേ വാഷം ഫ്രൂട്ടിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഒന്നിച്ചാണ് ഇവ മൂക്ക പഴുക്കുക. അപ്പോൾ നമുക്ക് അത്രയൊന്നും തിന്നു തീർക്കാൻ പറ്റില്ല. വാഷം ഫ്രൂട്ട് ഒരു പരിധിക്കുള്ള നമ്മൾ ഒന്നിച്ച് കഴിക്കാനേ പാടില്ല. ഒരെണ്ണമൊക്കെ ഒരു ദിവസം, അല്ലെങ്കിൽ 2 എണ്ണം. അതിൽ കൂടുതൽ കഴിച്ചാൽ നമ്മുടെ ബിപിയും ഷുഗറും ഒക്കെ താഴും. അപ്പം അങ്ങനെ കഴിക്കാൻ പാടില്ലാത്തതാണ് കേട്ടോ. അപ്പം കുറേ ഒന്നിച്ചുണ്ടായേക്കുവാണ്. അപ്പം ഞാൻ ഓർക്കുകയാണ് ഇത് പുറമേ കൊടുത്താൽ പൈസയൊക്കെ കിട്ടും. പക്ഷേ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ തരാം കേട്ടോ. നമ്മുടെ ഈ അടുത്തൊക്കെ ഉള്ള ആർക്കെങ്കിലും ആണെങ്കിൽ. കാരണം അത്രയും വെറുതെ കിടക്കുവാണ് കേട്ടോ. ഒന്നിച്ചുണ്ടാക്കുക. തോട്ടത്തിലേക്കും കുറേ ഉണ്ട്. അതെല്ലാം കൂടി ഒന്നിച്ച് പഴുക്കാനായിട്ട് കിടപ്പുണ്ട്. ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഇത് മൊത്തം ഒന്നിച്ച് പഴുക്കും. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ലാതെയായി പോകും. പിന്നെ വേണമെങ്കിൽ സ്ക്വാഷും ഇതൊക്കെ ഉണ്ടാക്കി വെക്കാം. അങ്ങനെയൊക്കെ അതൊന്നും എനിക്ക് ഈ പ്രാവശ്യം പ്ലാനില്ല കേട്ടോ. അപ്പോൾ കുറേ എണ്ണം ഇങ്ങനെ പഴുത്ത് കിടപ്പുണ്ട്, പഴുക്കാനായി കിടപ്പുണ്ട്. അങ്ങനെ നല്ല മധുരമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഉള്ളിൽ നല്ല മഞ്ഞ കളറായിട്ടുള്ളത്. കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് എല്ലാവരും കഴിക്കുന്നതാണ്. ഞാൻ പഞ്ചസാരയൊന്നും എടുത്തില്ല. എനിക്കതിൻ്റെ ആ പുളിയും മധുരവും എല്ലാം കൂടിയാണ് ഇഷ്ടം. അപ്പം അങ്ങനെ വെറുതെ മുറിച്ചിട്ട് സ്പൂണും കൊണ്ട് കോരി അങ്ങ് തിന്നും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് കുറേ ഉണ്ട്. കുരങ്ങ് വന്ന് കുറേയൊക്കെ നശിപ്പിക്കും കേട്ടോ. എന്നാലും കുറേ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ചൂടുണ്ടാകുന്നത്. പടിഞ്ഞാറേ വശമാണ്. പക്ഷേ ഇപ്പം ഞാനിങ്ങനെ മുന്തിരിയും ഇതും ഇങ്ങനെ പന്തൽ കയറ്റിയ പിന്നെ ഇവിടെ ഈ ഭാഗം നല്ല കൂളിംഗ് എഫക്റ്റ് ആട്ടോ. നല്ല രസമാണ്. പന്തൽ പോലെ കിടക്കുന്നത് കാണാനും ഭംഗി, അതുപോലെ നല്ല കൂളിംഗ് എഫക്റ്റുമാണ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ചെടികളുടെ വിശേഷങ്ങളൊക്കെ. കുറേ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അകത്ത് പോയിട്ട് കുറേ ജോലികളും കൂടി എനിക്ക് ചെയ്യാണ്ട്. ഇങ്ങനെ ഞാൻ ഓരോ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ ജോലികളും അതിൻ്റെ കൂടെ തന്നെ ഓരോരോ പണികളായിട്ട് ചെയ്യും കേട്ടോ. തുണി അലക്കലും എടുത്തു വെക്കലും അങ്ങനെ മുറ്റം അടിക്കലൊക്കെ. ഇത് നമുക്ക് അപകടം പറ്റി കിടക്കുന്ന ഒരു കുഞ്ഞൻ കോഴിക്കുഞ്ഞാണ് കേട്ടോ. ഇതിനെ കീരി പിടിച്ചു. അതിൻ്റെ ചിറകെല്ലാം ഓടിച്ചു. അപ്പോൾ അത് ഞങ്ങൾ മരുന്നൊക്കെ വെച്ച് കെട്ടി പ്ലാസ്റ്ററൊക്കെ വെച്ചിട്ട് നമ്മളിവിടെ തന്നെ ട്രീറ്റ് ചെയ്തിട്ട് അതിപ്പോൾ ഓക്കെ ആയി തുടങ്ങി. അപ്പോൾ ഇനി ഞാൻ പുറത്ത് നിർത്തിയേക്കാണ്. ഇടയ്ക്ക് ഇങ്ങനെ തുറന്നു വിടും. നല്ല മഴക്കാറ് കയറുന്നുണ്ട്. ഉച്ച കഴിയുമ്പോൾ മഴ പെയ്യും. ഇത് നമ്മുടെ സുന്ദരിയായിട്ടുള്ള ബ്രൈഡൽ ബൊക്കെ. ഇതിനി ഒരു 2-2.5 ആഴ്ച വരെ ഇങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് നോക്കും കേട്ടോ. വരാതെ വന്ന് ഭയങ്കര രസമാണ്. അങ്ങനെ വെള്ളപ്പൂക്കൾ. എൻ്റെ അമ്മ കഴിഞ്ഞ ആഴ്ച മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് പറയുകയാണ്, മുറ്റത്ത് ഏറ്റവും ഭംഗി വെള്ളപ്പൂക്കൾ തന്നെ മോളെ, നീ കുറേയും കൂടി വെള്ള പൂക്കളുള്ള ചെടികൾ മേടിച്ച് നടൂ എന്ന്. അപ്പോൾ എൻ്റെ അതേ ഇഷ്ടം തന്നെയാണല്ലോ അമ്മയ്ക്കെന്ന് ഞാൻ ഓർത്തിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം വെള്ളപ്പൂക്കൾ കാണുന്നതാണ് കേട്ടോ. അത് പ്രത്യേകിച്ചൊരു സന്ധ്യാസമയത്തൊക്കെ ഇങ്ങനെ. അതിനെനിക്ക് അശ്വൻ കൊച്ച് എഴുന്നേറ്റായിരുന്നു. അവന് ഞാൻ ഫുഡൊക്കെ കൊടുത്തു. ഇനി അവൻ ഇവിടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോകാൻ നമ്മൾ കുറേ കവറുകൾ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ എടുക്കണം. അപ്പം എനിക്ക് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ ഉച്ചത്തെ ഭക്ഷണം കഴിക്കാമെന്ന് ഓർത്തു. ചിക്കൻ കറിയുണ്ട്, മുരുകറിയുണ്ട്, പിന്നെ നമ്മുടെ ഒരു ചീര ഇല, അതായത് ചേമ്പിൻ്റെ ഇലയാണത്. ചീര വെക്കുന്ന ഒരു തരം ചേമ്പാണ് കേട്ടോ. എല്ലാ ചേമ്പും അങ്ങനെ വെക്കാൻ പറ്റത്തില്ല. അതിൻ്റെ തോരനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിറച്ച് ഭക്ഷണം കഴിച്ചു. ഇനി നമുക്ക് ബാക്കി കുറേ ഞാനിങ്ങനെ പാക്ക് ചെയ്തായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചെറുതേനൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റർ ഒട്ടിച്ച് പാക്ക് ചെയ്തു. ഇനി എനിക്ക് ബാക്കിയുള്ള കുറേ വൻതേനും ബാക്കി കുറേ സംഗതികളും കറിമഞ്ഞളും ഒക്കെ പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം പിന്നെ അശ്വൻ കൊച്ചും അപ്പോഴത്തേക്കും വന്നിരുന്നു. പിന്നെ അവനും കൂടി എൻ്റെ കൂടെ കുറേ എണ്ണം ഒട്ടിച്ച് തരാനും എല്ലാത്തിനും കൂടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ എല്ലാ പണികളും വേഗം തീർക്കുവാണ്. ഇതിൻ്റെ ജോലികൾ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെ കുറേ ജോലികൾ കിച്ചണിലും അത് ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ അതിൻ്റെ ഇടയ്ക്കോടെ ചെയ്യും. അങ്ങനെ ഇപ്പോൾ എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറേ ഡ്രസ്സുകൾ വന്നു കേട്ടോ. ഞാൻ കുറച്ച് സെറ്ററുകൾ എല്ലാ കൊല്ലം ഞാൻ മഴക്കാലം ആകുന്നതിന് തൊട്ട് മുമ്പ് കുറേ സെറ്ററുകൾ മേടിക്കും. ഈ പ്രാവശ്യം കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഞാൻ കുറേ സെറ്ററുകൾ ഓർഡർ കൊടുത്തത് വന്നിട്ട്. അപ്പോൾ ഞാനതിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ ഞാനിങ്ങനെ ചില കാര്യങ്ങൾ ഓർക്കുമായിരുന്നു. കഴിഞ്ഞ ആഴ്ച എൻ്റെ അമ്മ ഇവിടെ വന്നപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയുക ഇങ്ങനെ എന്തൊക്കെയോ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ. അമ്മയ്ക്ക് ഞാനൊരു സാരി ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പം പിന്നെ നല്ല വിലയുള്ളൊരു സാരി ഞാൻ അമ്മയ്ക്ക് ഓർഡർ കൊടുത്തു കേട്ടോ. അപ്പോൾ അന്നേരത്തിന് അമ്മ പറഞ്ഞു, അയ്യോ ഇത്രയും വിലേൻ്റെ ഒന്നും കൊടുക്കണ്ട മോളെ, അത്രയും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് സാറില്ല അമ്മ, ഇത് എടുത്തോളൂ, അതിനിപ്പോൾ എന്താ ഇതെടുക്കാം എന്നങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ പറയുവാണേ, മോളെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പണ്ടത്തെ ഒരു കാര്യം ഓർക്കുമ്പോൾ വിഷമാവുകയെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ അന്നേരം പറയണമ്മ, അതായത് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു 30 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത്. ഇന്ന് +2 അല്ല, അന്നൊക്കെ പ്രീ ഡിഗ്രിയാണ്. അപ്പോൾ ഇതിനെ ഹോസ്റ്റലിൽ നിർത്തിയിരുന്ന വയനാട്ടിലെ ഏറ്റവും നല്ലൊരു കോളേജ് ബത്തേരി സെൻറ്റ് മേരീസ് കോളേജ്. അവിടെ ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അപ്പം
ആ കോളേജിൽ എന്നെ ചേർത്ത് കഴിഞ്ഞപ്പോൾ അന്നൊക്കെ നമുക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നമുക്ക് കുറേ സ്ഥലങ്ങളുണ്ട്, നമുക്ക് ഫുഡിനെല്ലാം ഉണ്ട്. പക്ഷേ ഇങ്ങനെ എക്സ്ട്രാ പൈസ ഒന്നും നമ്മുടെ കയ്യിൽ അങ്ങനെ ബാങ്ക് ബാലൻസോ അങ്ങനെയൊന്നുമില്ല. അപ്പച്ചനമ്മച്ചിയും ഒരുപാട് നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അങ്ങനെയാണ് ഞങ്ങളെ വളർത്തുന്നത് പഠിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ എന്നെ ഹോസ്റ്റലിൽ വിടണമെങ്കിൽ നല്ല ചിലവ് വന്നു. അപ്പോൾ എനിക്ക് കുറേ ഡ്രസ്സുകളൊന്നും എടുത്തു തരാൻ അവർക്ക് പൈസ ഇല്ല. അപ്പോൾ എനിക്ക് ആ വർഷം എനിക്ക് രണ്ട് ഡ്രസ്സാണ് അമ്മ എടുത്തു തന്നത്, അമ്മയും അപ്പനും കൂടി എടുത്തു തന്നത്. അപ്പോൾ അമ്മ അത് ഓർത്ത് പറയുകയാണേ, ഭയങ്കര വിഷമമായി മോളെ, നിനക്ക് അന്ന് ആകെ 2 ഡ്രസ്സേ ഞങ്ങൾക്ക് എടുത്ത് തന്ന് വിടാൻ പറ്റുള്ളൂ. എന്നിട്ട് നിനക്ക് നേറ്റിക്ക് ഇടാൻ ഡ്രസ്സൊന്നും ഇല്ലാഞ്ഞിട്ട് നീ വീട്ടിലിട്ടുകൊണ്ടിരുന്ന ഡ്രസ്സാണ് കൊണ്ടുപോയത്, നൈറ്റിയൊക്കെ. എനിക്കത് എപ്പോൾ ഓർക്കുമ്പോഴേ എനിക്കത് ഭയങ്കര വിഷമമാണ്. അങ്ങനെ ബത്തേരി കോളേജ് അന്നൊക്കെ ഹോസ്റ്റലിൽ പോയി നിൽക്കുക, അല്ലെങ്കിൽ അത്രയും ദൂരെ പോയി പഠിക്കുക എന്ന് പറയുമ്പോൾ അത്യാവശ്യം പൈസ ഉള്ളവരൊക്കെ തന്നെയാണ് ഹോസ്റ്റലിലൊക്കെ വന്ന് നിൽക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വെറും പാവപ്പെട്ടതായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ എന്നെ ഒരുപാട് ഡ്രസ്സൊന്നും ഇല്ലാതെ വിട്ടതോർത്തിക്കുമ്പം അമ്മയ്ക്ക് ഭയങ്കര വിഷമം വന്നു. ഇപ്പോഴും അമ്മ അതോർത്ത് വിഷമിക്കുന്നു എന്ന് കണ്ടപ്പം എനിക്ക് ചിരി വന്നു കേട്ടോ. എൻ്റെ അമ്മ, ഞാനിതൊക്കെ എത്രയോ വർഷങ്ങൾ 30 വർഷമുള്ള കാര്യം, അതൊക്കെ അന്നത്തെ ഏജിൽ ചിലപ്പോൾ എനിക്ക് വിഷമമായിട്ടുണ്ടാവും. പക്ഷെ ഞാനതൊന്നും ഓർക്കുക, എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വേദനകൾ എൻ്റെ ജീവിതത്തിൽ പഴയ കാലത്തുണ്ടായാലും അതെല്ലാം ഞാൻ മറക്കും. അതുകൊണ്ട് തന്നെ എന്നെ ഒരുപാട് ദ്രോഹിച്ചവരെ പോലും നോക്കി ചിരിക്കാൻ എനിക്ക് പറ്റും. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മറന്നു പോകുമെന്നും ഞാൻ മനസ്സിൽ ഓർത്ത് വെക്കത്തില്ല. ചിലപ്പോൾ അവരുടെ പ്രവൃത്തി ഞാൻ ഓർത്ത് വെക്കും, പക്ഷേ എനിക്ക് അവരോട് വൈരാഗ്യ ദേഷ്യം ഒന്നും ഉണ്ടാവത്തില്ല. അങ്ങനെയാണ്, ഞാനത് മറക്കാൻ ശ്രമിക്കും, മറന്നു പോകും ഓട്ടോമാറ്റിക്കലി. അങ്ങനെയാണ്. അപ്പോൾ അമ്മ അത് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ചിരി വന്നു കേട്ടോ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഡ്രസ്സിനൊന്നും ഒരു ക്ഷാമവും ഇല്ല. ഞാൻ ഒരുപാട് ഡ്രസ്സുകൾ മേടിക്കും അങ്ങനെ. പക്ഷേ എൻ്റെ അമ്മ ഇപ്പോഴും അത് ഓർത്ത് വിഷമിക്കുകയാണ്. 30 വർഷം മുമ്പ് എനിക്ക് എന്നെ ഹോസ്റ്റലിൽ വിട്ടപ്പം എനിക്ക് ആവശ്യത്തിന് ഡ്രസ്സ് മേടിച്ച് തരാൻ പറ്റിയില്ലല്ലോ. 2 ഡ്രസ്സാണല്ലോ മേടിച്ച് തന്ന് വിടാൻ പറ്റിയേ. ആ 2 ഡ്രസ്സും കൊണ്ടാണ് അപ്പോൾ ഞാൻ 1 വർഷം കോളേജിൽ പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളത് ഞാൻ മറന്നു കേട്ടോ. അമ്മ ഓർക്കുകയാണ്, അമ്മ ഇപ്പോഴും അത് വിഷമത്തോടെ ഓർക്കുകയാണ്. അങ്ങനെ കുറേ ഡ്രസ്സുകളൊക്കെ വന്നു, അതൊക്കെ നോക്കി, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നും എനിക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നില്ല, എല്ലാം നല്ലതാണ്, എനിക്ക് പാകമാണ്. പിന്നെ ഞാൻ എൻ്റെ ജോലികൾ ഇങ്ങനെ തുടരുവാണ്. ചെറിയൊരു വരുമാനം എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ ജോലി ചെയ്യാൻ. കുറേ പേർക്കുള്ള സംശയമാണ്, വൻതേനും ചെറുതേനും തമ്മിൽ എന്താണ് വ്യത്യാസം, ഏതാണ് നല്ലത്, ചെറുതേനാണോ വൻതേനാണോ, കുഞ്ഞുങ്ങൾക്ക് ഏതാണ് കൊടുക്കേണ്ടത്, അങ്ങനെ കുറേ സംശയങ്ങൾ നമ്മുടെ അമ്മമാർക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇത് വൻതേനാണ്, ബാക്കി ചെറുതേനെല്ലാം ഞാനിപ്പോൾ പൊതിഞ്ഞു വെച്ചു. ഞാൻ എൻ്റെ ഡിഫറൻസ് എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളറിയാത്ത ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഹണിക്കുണ്ട് കേട്ടോ. ഹണി കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ, നമുക്കതുകൊണ്ട് കിട്ടുന്ന ഗുണങ്ങൾ, എന്തുകൊണ്ടാണ് ദിവസത്തിൽ ഒരു 1/2 ടീസ്പൂൺ ഹണിയെങ്കിലും നമ്മൾ കഴിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാലോ, ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്. അതുകൊണ്ട് തന്നെ എൻ്റെയോ നിങ്ങളുടെ ആരുടെയോ ആരോഗ്യത്തിന് 1% പോലും ദോഷം വരുന്ന ഒന്നും ഞാൻ മേടിക്കാൻ പറയുകയോ ഉപയോഗിക്കാൻ പറയുകയോ ഇല്ല. എത്ര പണം നമ്മുടെ കയ്യിലുണ്ടായിട്ടും കാര്യമില്ല, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെ ആരോഗ്യം സൂപ്പറായി നിന്നിട്ടേ കാര്യമുള്ളൂ. എനിക്കും നിങ്ങൾക്കും എത്ര ശ്രദ്ധിച്ചാലും ചില അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും അല്ലേ. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രകൃതിയുടെ തന്നെ വാക്സിനായിട്ടുള്ള തേൻ സൗന്ദര്യം കൂട്ടാനും ആരോഗ്യം കൂട്ടാനും രോഗങ്ങൾ വരാതിരിക്കാനും അത്രയും നമ്മളെ സഹായിക്കും കേട്ടോ. ഇതുവരെ നിങ്ങൾ തേൻ എല്ലാ ദിവസവും 1/2 സ്പൂണെങ്കിലും കഴിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പം മുതൽ തുടങ്ങിക്കോളൂ. കാരണം അത്രയും പ്രയോജനം ഈ തേനും കൊണ്ട് നമുക്ക് കിട്ടും. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്നിടത്ത് തന്നെ നമ്മൾ തേൻ മേടിക്കാവുള്ളൂ. ഒരുപാട് മായം കലർത്തി വിൽക്കുന്ന ഒരു പ്രോഡക്റ്റാണ് തേനെന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് 100 അല്ല 1000% വിശ്വസിക്കാവുന്ന ഒറിജിനൽ തേനാണ്. അതിൻ്റെ ഒരുപാട് സ്റ്റോക്ക് എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ. ആദ്യം നിങ്ങൾ ഓർഡർ തരുവാണെങ്കിൽ നിങ്ങൾക്ക് തരാൻ പറ്റും. ഇനി എനിക്കിത് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയത്തുമില്ല. അങ്ങനെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ചെറുതേനിന് മെഡിസിനൽ വാല്യൂ കൂടുതലുള്ളത്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലത് ഏതാണ്, ചെറുതേനാണ്. പിന്നെ തടി കുറയാൻ എന്തുകൊണ്ടാണ് ചെറുതേൻ ഉപയോഗിക്കുന്നത്, അങ്ങനെ കുറേ സംശയങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ കുത്താൻ കൊമ്പില്ലാത്ത തേനീച്ചയാണ് ചെറുതേൻ ഉണ്ടാക്കുന്നത്. വളരെ ചെറിയ തേനീച്ചകളാണ് അവ. മധുരത്തിൻ്റെ കാര്യത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറുതേനേക്കാളും മധുരം കൂടുതൽ തോന്നുന്ന വൻതേനിന് തന്നെയാണ് കേട്ടോ. ചെറുതേനൊരു പ്രത്യേക രുചിയും മണവും ഒക്കെ ഉണ്ടാവും. ചെറു തേനീച്ചകൾക്ക് മാത്രമേ വളരെ ചെറിയ പൂക്കളിൽ നിന്ന് പോലും അതിൻ്റെ ഉള്ളിലേക്ക് കയറി പൂക്കളിലെ തേൻ ശേഖരിക്കാൻ കഴിയുള്ളൂ. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പ്രകൃതിയിൽ തന്നെ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ ഗുണങ്ങളുള്ള ഒരുപാട് ഔഷധ ചെടികളുണ്ട്. പൊതുവെ അവയൊക്കെ ചെറിയ ചെടികളും ചെറിയ പൂക്കളും ആയിരിക്കും. അപ്പോൾ അതിൽ കയറി തേൻ ശേഖരിക്കാൻ ചെറു തേനീച്ചകൾക്ക് മാത്രമേ പറ്റൂ. അങ്ങനെ ശേഖരിക്കപ്പെടുന്ന ഔഷധ തേനിലേക്ക് പലതരം എൻസൈമുകൾ തേനീച്ചയുടെ വയറ്റിൽ വെച്ച് കലരും. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം എൻസൈമുകളും ബാക്കി ഒരുപാട് ഔഷധ മൂല്യങ്ങളും എല്ലാം കലർന്ന ഈ തേൻ വീണ്ടും തേനീച്ചകൾ പുറമേ തേനറകളിലായിട്ട് സംഭരിക്കും. എന്നിട്ട് ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടാവും. അവ ഇങ്ങനെ ചിറകുകൾ വീശി തേനീച്ച വെള്ളത്തിലെ കണികൾ ഉണക്കും എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട്, നമുക്കിവിടെ തേനൊക്കെ ശുദ്ധീകരിക്കുന്ന ഒരു ശുദ്ധീകരണ ശാലയുണ്ട്, അവിടെ നല്ല ഞാൻ തേൻ മേടിക്കുന്നു കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ്.
അപ്പം അത് ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം നിങ്ങളെ ഒരു പ്രാവശ്യം ഒരു വീഡിയോ ആയിട്ട് തന്നെ കേട്ടോ. അങ്ങനെ എൻ്റെ കുറേ ജോലികളൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് സന്ധ്യയായി. പിന്നെ ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ സന്ധ്യയായി. ഇനി നമുക്ക് ഇന്ന് കിടന്ന് ഉറങ്ങണം. കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങി വീണ് പോകും. അതിനുശേഷം ഇനി അടുത്ത ദിവസം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പിറ്റേ ദിവസം സുപ്രഭാതമായി. അപ്പം ഇന്നലെ രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങി വീണ് പോയിരുന്നു. അശ്വൻ കൊച്ച് രാത്രി ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങുന്ന കൂട്ടത്തിലാണ്. അവന് പണി എടുക്കാൻ തുടങ്ങാൻ ഭയങ്കര മടിയാണ്. എടുത്തു കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ നിർത്തത്തൂല, തീരാതെ. അങ്ങനെയാണ് അവൻ്റെ നേച്ചർ. അപ്പോൾ എനിക്കറിയാം രാത്രി കുറേ ജോലികൾ അവൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുന്നു. മിക്കതും തന്നെ പാക്ക് ചെയ്ത് എനിക്ക് നാളെ ഇന്ന് കൊറിയറിലേക്ക് കൊണ്ടുപോകാൻ പാകത്തിന് അവൻ എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലീനിങ് ഒന്നും ചേട്ടൻ ചെയ്യത്തില്ല. അപ്പം ഞാനതെല്ലാം വൃത്തിയാക്കി അടിച്ചു വാരി എല്ലാം വൃത്തിയാക്കി നമ്മുടെ റൂമിൽ കുറച്ച് ചെടികളൊക്കെ കിച്ചണിലുണ്ടായിരുന്ന കുറച്ച് വള്ളിച്ചെടികളൊക്കെ ഇവിടെ കൊണ്ടുവച്ചു. ജീവനുള്ള ചെടികളൊക്കെ നമ്മുടെ ഈ ഒരു പ്ലേസിലിരിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ നമുക്ക്. നമ്മുടെ ബെഡ്റൂം അതുപോലെ വർക്കിംഗ് പ്ലേസ് കിച്ചണൊക്കെ എപ്പോഴും ഭയങ്കര വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കണം. എന്നാലും നമ്മുടെ മനസ്സിലേക്ക് പോസിറ്റീവ് എനർജി നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു പോസിറ്റിവിറ്റിയും കിട്ടുകയുള്ളൂ. അത് നമ്മുടെ വർക്കിനെയൊക്കെ ബാധിക്കും. അടിഞ്ഞു കിടക്കുന്ന ഒരു പ്ലേസിൽ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ആ പ്രൊഡക്ടിവിറ്റിയെ പോലും അത് ബാധിക്കും. അതുകൊണ്ട് നമ്മുടെ വീടും പരിസരം എപ്പോഴും വൃത്തിയാക്കിയിടണം. ചില ദിവസങ്ങളിൽ നമുക്ക് ജോലി തിരക്കാണെങ്കിൽ പറ്റത്തില്ല, പക്ഷേ എന്നാൽ പോലും എല്ലാം വൃത്തിയാക്കിയിടണം. അങ്ങനെ ഞാൻ ആ ജോലികളെല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അപ്പച്ചനും അമ്മച്ചി കഴിഞ്ഞ ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. അമ്മ എൻ്റെ കൂടെ ഒരാഴ്ച നിന്നു. അപ്പച്ചൻ വന്നും പോയി നിന്നു. അങ്ങനെ അപ്പോൾ കുറേ കശുവണ്ടിയൊക്കെ കൊണ്ട് തന്നു പറഞ്ഞല്ലോ, അതെല്ലാം ഒന്ന് ഉണക്കിയെടുക്കണം. അശ്വൻ കൊച്ചിന് അത് കൂട്ടുകാരുടെ കൂടെ ചുട്ട് തിന്നാൻ ഭയങ്കര കൊതി. അപ്പം അതിന് വേണ്ടിയിട്ട് കൊണ്ടുവരിച്ചതാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇഷ്ടം പോലെ കശുവണ്ടി ചുട്ട് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ പച്ച കശുവണ്ടി അത് നമ്മുടെ അതിൻ്റെ ചൊനയൊക്കെ കയ്യിലായ കൈ പൊള്ളും. പക്ഷേ അന്നേരം നമ്മളിങ്ങനെ തുണിയൊക്കെ കൂട്ടിയിട്ട് അത് അമ്മ ഇങ്ങനെ മുറിക്കും, എന്നിട്ട് തോരൻ വെക്കും. ഭയങ്കര രുചിയാണ്. പ്രത്യേകിച്ച് കൂണൊക്കെ കിട്ടത്തില്ലേ, നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് കൂണ് കിട്ടും. അങ്ങനെ മഴക്കാലം പ്രത്യേകിച്ച് അന്നേരത്തേന് കൂണിൻ്റെ കൂടെ ഈ ഒരു കശുവണ്ടിയും കൂടി പച്ച കശുവണ്ടിയും കൂടി ഇട്ടിട്ട് തോരൻ വെച്ചാൽ ഭയങ്കര രുചിയാണ്. വെട്ടിത്തിറങ്ങുമ്പോൾ ഒക്കെ നമുക്ക് ചാമ്പങ്ങ പറിച്ചു തന്നില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ. ഇത് അധികം വലുതായിട്ടില്ല, ഇതിൻ്റെ ഒരു 3 ഇരട്ടിയും കൂടി ആവും കേട്ടോ. ഭയങ്കര മധുരമൊന്നുമില്ല, പക്ഷേ ഇത് തിന്നാൻ ഭയങ്കര ഒരു രസമാണ്. വീണ്ടും വീണ്ടും നമുക്ക് പറിച്ച് തിന്നാൻ തോന്നുന്ന എന്തോ ഒരു പ്രത്യേക രുചി ഇതിനുണ്ട്. കുറേ കൊമ്പുകൾ വെട്ടിക്കളഞ്ഞെങ്കിലും കുറേ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പേര് എന്നോട് തൈകൾ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൈകൾ മുളയ്ക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. ഈ കൊല്ലം പിന്നെ കോഴിക്കൂടായതുകൊണ്ട് അതിനകത്തേക്ക് അധികം തൈകൾ വീണിട്ടുണ്ട്. ഈ കോഴികൾ വെച്ചേക്കുമെന്നറിയില്ല. പുറമേ വീഴുന്ന മുളച്ച് കഴിയുമ്പോൾ ഞാൻ തരാം കേട്ടോ. ഇനി കോഴികൾക്ക് പ്ലസ് നല്ല ഡിസൈനൊക്കെ ആയിട്ട് അടിപൊളി ഒരു ഡ്രസ്സൊക്കെ. അപ്പോൾ നമ്മൾ ഒരുപാട് വിലയുള്ള ഡ്രസ്സ് മേടിക്കുന്നതിലല്ല കാര്യം, അതിന് നമ്മൾ എന്തൊക്കെ ആക്സസറീസ് ഉപയോഗിക്കുന്നു, അതിനെ എങ്ങനെ മോഡിഫൈ ചെയ്ത് നമുക്ക് ഇടാൻ പറ്റുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ ഞാനിത് ഈ ബെൽറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം. പിന്നെ ഈ ഷ്രക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇന്ന് എനിക്ക് ഷ്രക്ക് ഇടാനാണ് പ്ലാന്. നല്ല തണുപ്പുണ്ട് പുറത്ത്. അപ്പം ഒരുങ്ങി നമുക്ക് കൊറിയറെ കൊണ്ട് കൊടുത്തിട്ട് ബാക്കി ഇത് കണ്ട നോർമൽ ആയിട്ടുള്ള ഒരു ഒറ്റ ഉടുപ്പാണിത്. അതിന് പക്ഷേ ഒരു ബെൽറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിന് വേറെ ഒരു ലുക്കാവും. ഏത് പ്രായത്തിൽ ഇടാൻ പറ്റുന്ന വിധത്തിലുള്ള അത്യാവശ്യം കോളേജ് പിള്ളേർക്കും ഇടാം, നമ്മളെപ്പോലെയുള്ള ലേഡീസിനും ഇടാം, അമ്മമാർക്കും ഒക്കെ ഇടാവുന്ന ഒരു രീതിയിലേക്ക് വരും. എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെയെല്ലാം ഇത്രയും മുതിർന്നൊരു കൊച്ചിൻ്റെ അമ്മയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അനുഭവങ്ങളൊക്കെ, ചെറുപ്പത്തിലൊന്നും എനിക്കിഷ്ടമുള്ള ഡ്രസ്സുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെയൊക്കെ വിഷമങ്ങളൊക്കെ ഞാനിപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റുന്ന ഈ സമയത്താണ് കേട്ടോ ഞാനതൊക്കെ എൻജോയ് ചെയ്യുന്നത്. അതിലാര് കുറ്റം പറഞ്ഞാലും ഞാൻ അവരെ വകവെക്കത്തുമില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടം, നമ്മുടെ ഒരു ജീവിതം, അത് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ലല്ലോ നമ്മൾ ജീവിക്കേണ്ടത്. അപ്പം കൊച്ചോട്ടോ വിളിച്ചുകൊണ്ട് വന്നു. നമ്മുടെ തൊട്ട് മുകളിൽ ഗേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൗൺ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വണ്ടി സൗകര്യമൊക്കെ നന്നായിട്ടുണ്ട്. മെയിൻ റോഡാണ് മുമ്പിൽ. അപ്പം ഇനി ഓട്ടോയിൽ ഇത് എടുത്ത് വെച്ചിട്ട് നമുക്ക് നേരെ കുറച്ചങ്ങ് പോകണം. കൊറിയർ സെൻറ്ററിൽ കൊണ്ട് കൊടുക്കണം. എന്നിട്ട് DTDC ഉണ്ട്, പ്രൊഫഷണൽ കൊറിയറും ഉണ്ട്. രണ്ടിലും നിങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ അതിലേതെങ്കിലും ഓരം കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ നമുക്കിതെല്ലാം എടുത്ത് വെച്ചിട്ട് കേട്ടോ അവൻ എൻജോയ് ചെയ്തോട്ടെ എന്ന് ഓർക്കും കേട്ടോ. മാങ്ങാപ്പഴം ഇഷ്ടംപോലെ ഇവിടെയുണ്ട്. പക്ഷേ ഇതൊരു വെറൈറ്റി മാങ്ങ. ഒരെണ്ണം കണ്ടാൽ 1 കിലോ തോന്നും. അപ്പം ഞാൻ മേടിച്ച് നോക്കിയത് അതിൻ്റെ നല്ലതാണെങ്കിൽ നട്ടു മുളപ്പിക്കാൻ ഓർത്ത്. പക്ഷേ കഷ്ടമുണ്ടല്ലോ. ഇത് കണ്ടപ്പോൾ ആവേശം കയറി മേടിച്ചോ വൃത്തിയപ്പോയി. മിക്കപ്പോഴും ഇങ്ങനെയല്ലേ, നമ്മൾ കാണുമ്പോൾ ഭയങ്കര നല്ലതായിട്ട് തോന്നും, മേടിച്ചുകൊണ്ട് വരുമ്പോൾ അത് ഒട്ടും കൊള്ളൂരായിരിക്കും. പിന്നെ ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല നാടൻ പയറാണിത്. അത് ഞാൻ തേങ്ങ കൊത്തിയിട്ടാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. പിന്നെ ഇത് അപ്പച്ചനും അമ്മച്ചി വന്നപ്പോൾ എനിക്ക് ഉണക്കിറച്ചി ഭയങ്കര ഇഷ്ടം ഞങ്ങൾക്ക്. അപ്പം പിന്നെ ലിജോയ്ക്കാണ് ഏറ്റവും ഇഷ്ടം. ലിജോ ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ കുറേ കൊണ്ടു തന്നു കേട്ടോ. 5 കിലോ ഉണക്കിറച്ചി ഉണങ്ങിയത് കൊണ്ടു തന്നു. അപ്പം അതിൽ ഞാൻ കുറച്ചെടുത്ത് വെള്ളത്തിലിട്ടു. അത് കുതിർന്ന് കഴിയുമ്പോഴാണ് നമ്മളിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് കുക്കറിൽ വേവിക്കണം. എന്നിട്ടാണ് നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കേണ്ടത്. ഭയങ്കര രുചിയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി. അപ്പോഴത്തേക്ക് നമുക്ക് സന്ധ്യയായി. ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു നല്ല ദിവസം കൂടി നമ്മുടെ തീരുവാണ്.
എത്ര തന്നെ അവഗണിച്ചാലും പരിഭവം ഏതുമില്ലാതെ എന്നും എപ്പോഴും നിങ്ങളെ തിരഞ്ഞു വരുന്ന ചിലരെ കുറേ നാളുകൾക്ക് ശേഷം കാണാതായാൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ചിന്തിക്കണം. തുന്നിച്ചേർക്കാനാകാത്ത വിധം നിങ്ങളുടെ വാക്കോ പ്രവൃത്തിയോ അവരുടെ ഹൃദയം അത്രമേൽ നോവിക്കപ്പെട്ടിട്ടുണ്ട്, ചോര പൊടിഞ്ഞിട്ടുണ്ട്. അത് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും, ചിലപ്പോൾ എൻ്റെ നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഒരുപാട് നമ്മൾ ഒരാളെ കെയർ ചെയ്യും, സ്നേഹിക്കും. പക്ഷേ അവരുടെ ചില പ്രവൃത്തികൾ നമുക്ക് ഒരു തരത്തിലും പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ നമ്മൾ തന്നെ അവിടെ നിന്ന് മാറിപ്പോകും. പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു പോകാൻ തോന്നത്തുമില്ല. ഒരു പരിധി കൂടുതൽ വേദനയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ ആരായാലും അവർ വല്ലാതെ നിശബ്ദരായി പോകും. പിന്നെ അവർക്ക് ആരോടും പരാതിയോ പരിഭ്രമങ്ങളോ അല്ലെങ്കിൽ പ്രതികാരമോ പ്രതീക്ഷയോ ഒന്നും ഉണ്ടാകില്ല. പാതി ജീവൻ നഷ്ടമായ നിർവികാര അവസ്ഥയിൽ ഡിപ്രഷൻ അടിച്ച് ജീവിച്ചു തീർക്കും. എനിക്കറിയാം, എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർ പിന്നീട് എൻ്റെ ഫ്രണ്ട്സായി തീർന്നവരാണ്. ഹൃദയം നിറഞ്ഞ നന്മ അങ്ങനെ നിറച്ചാണ് നമ്മൾ ജീവിച്ച് മരിക്കേണ്ടത്. ഒരാളെ പാതി ജീവൻ നഷ്ടമാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളായി വേദന കൊടുത്ത് തള്ളിവിടരുത്. ആ പാപമൊക്കെ കർമ്മദോഷമായിട്ട് നമുക്ക് തിരിച്ചടിക്കാതിരിക്കില്ല. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകും മുമ്പ്, മരണപ്പെട്ടു പോകും മുമ്പ് തന്നെ അത്തരം കർമ്മദോഷങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ടിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ മാക്സിമം നോക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ തീരുവാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എഴുതിയിടണം കേട്ടോ.